Hello dear students, this video is about coir cooperatives. In this video we'll be discussing about what is the importance of coir sector and how the coir cooperatives came into existence and what is the structure of coir cooperatives in Kerala and the primary coir cooperatives and its functions. Okay. Coir cooperatives or coir sector is one of the important traditional industry that we have in Kerala, and it provides employment opportunities to at least 6 lakh people. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ട്രഡീഷണൽ വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് കയർ വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കയർ വ്യവസായത്തില് നമ്മൾ എന്താ ചെയ്യുന്നത്? ചകിരി അടിച്ച് അതിൻ്റെ അകത്തുനിന്ന് റെറ്റഡ് ഹസ്ക് ഉണ്ടാക്കുകയാണ് ആൻഡ് ഇസ് മാർക്കറ്റഡ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇത് നമ്മൾ കോയർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കോയർ യാൺ ഫ്രം റെറ്റഡ് ഹസ്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളത് ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്, മാർക്കറ്റ് ചെയ്യാണ്. നമ്മുടെ പ്രോഡക്ട്സ് കോയർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഫോറിൻ കൺട്രീസിലാണ്. ആൻഡ് ഇത് കോയർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാൻ കാരണം ഇതിനിടയിലുള്ള മിഡിൽമെനൊക്കെ ഒഴിവാക്കാനും, അതായത് ഈ കോയർ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ അധ്വാനത്തിനുള്ള കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അതിനിടയിലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കാനും ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കോയർ കോപ്പറേറ്റീവ്സ് തുടങ്ങുന്നത്. കേരളത്തിലുള്ള കോയർ കോപ്പറേറ്റീവ്സിന് ഒരു 2-tier സ്ട്രക്ചർ ആണ്. Primaries at the base level, സാധാരണ നമ്മൾ പറയുന്ന പോലെ primaries at base level, and Kerala State Cooperative Marketing Federation at apex level. Okay. Then coming over to primary coir വ്യവസായ cooperative societies. അപ്പോൾ ഇത് base level institution ആണ്. എന്താ പേര്? Primary coir വ്യവസായ cooperative societies. coir വ്യവസായത്തിന്റെ cooperative societies at primary level or base level. These are organized in areas where workers concentrate in the industry and where retting facilities are available. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങുക എവിടെയാണ്? ഈ റെറ്റിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആവുകയും ഒരുപാട് തൊഴിലാളികൾ, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സൊസൈറ്റി തുടങ്ങുക. ഇപ്പൊ സാധാരണഗതിയിൽ അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1-2 വാർഡുകളാണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വർക്കേഴ്സ്. കുറച്ചും കൂടി സ്കാറ്റേർഡ് ആയിട്ട് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഒരു പഞ്ചായത്ത് തന്നെയോ അല്ലെങ്കിൽ 3-4 വാർഡുകളൊക്കെ ആയിട്ട് മാറാം. ദെൻ any worker engaged in the activity related with coir industry. അപ്പോൾ റെറ്റിംഗ് ഓഫ് ഹസ്ക് ആയാലും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോയർ യാൺ മേക്കിംഗ് ആയാലും, അതായത് ചകിരി തയ്ക്കുക എന്ന് പറയും, അതിന്റെ തൊഴിലാളികൾ അല്ലെങ്കിൽ കയർ പിരിക്കുന്ന ആൾക്കാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരാം. ദെൻ ഇതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഈ ബേസ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 to 5 lakh ആണ്. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു 9 member മാനേജ്മെന്റ് കമ്മിറ്റിയിലാണ് ഇതിന്റെ മാനേജ്മെന്റ് റെസ്റ്റ് ചെയ്യുന്നത്. ദെൻ അതിനകത്ത് 2 സീറ്റ്സ് റിസർവ്ഡ് ആണ്. ഒന്ന് SC/ST കാൻഡിഡേറ്റ് മെമ്പേഴ്സിനും ഒന്ന് വിമൻ മെമ്പറിനുമാണ്. Then it is organized for supplying raw materials and marketing of finished goods. ഈ പ്രൈമറി കോയർ വ്യവസായ കോപ്പറേറ്റീവ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക, അതിനുശേഷം ഈ വർക്കേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിനിഷ് പ്രോഡക്ട്സ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇവർ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. The coir cooperatives at the base level, they purchase raw coconut husk in large quantities at wholesale price for retting. ഇത് ചകിരി തയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സിന്, റെറ്റിങ്ങിന് വേണ്ടിയിട്ട് അവര് ഒരുപാട് ഈ ചകിരി സംഭരിച്ച് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോക്കനട്ട് ഹസ്ക് സംഭരിച്ചിട്ട് ഹോൾസെയിൽ പ്രൈസിൽ സംഭരിച്ച് കൊടുക്കും. ഇങ്ങനെ റെറ്റ് ചെയ്തിട്ടുള്ള ഹസ്ക് എന്ത് ചെയ്യുക? ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു വർക്കർ മെമ്പേഴ്സ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് കോയർ ഫൈബേഴ്സ് ഓർ യാൺ.
അപ്പൊ കൊയർ ഫൈബേഴ്സോ യാണോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റെറ്റഡ് ഹസ്ക്, ഈ റെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഈ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അവര് ഓൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ ലീസിന് എടുത്തതോ ആയിട്ടുള്ള സ്ഥലത്ത് ഈ ഹസ്ക്, കോക്കനട്ട് ഹസ്കിനെ റെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ റെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെറ്റഡ് ഹസ്ക് വർക്കേഴ്സിന് കൊടുത്തിട്ട് അവർ അതിനകത്ത് കൊയർ ഫൈബേഴ്സോ യാണോ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. ദെൻ ഈ വർക്കേഴ്സിന് അവർ ചെയ്യുന്ന ജോലിക്ക് പീസ് റേറ്റ് ആണ് വേജസ് പേ ചെയ്യുന്ന. ഈ സൊസൈറ്റിക്കുള്ള പ്രൈമറി സൊസൈറ്റിക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് കിട്ടുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ് ഓൺ ഗവൺമെന്റ് ഗ്യാരണ്ടി. DCBs, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് അവർക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഈ പ്രൈമറീസ് മാനുഫാക്ചർ ചെയ്യുന്ന, പ്രൈമറീസിലുള്ള വർക്കർ മെമ്പേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കൊയർ യാൺ അല്ലെങ്കിൽ കൊയർ ഫൈബർ can be marketed only through the Apex institution. Apex institutionലുള്ള മാത്രമേ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ അവര് കൊടുക്കുന്ന വാല്യൂ ഓഫ് ഗുഡ്സിന്റെ 80% അവർക്ക് അഡ്വാൻസ് ആയിട്ട് എപെക്സ് സൊസൈറ്റി കൊടുക്കും. എപെക്സ് സൊസൈറ്റിയുടെ കൂടെ ഇപ്പോൾ 10 മെമ്പേഴ്സ് ഉള്ള ഒരു പ്രൈമറി സൊസൈറ്റി, ആ 10 മെമ്പേഴ്സും ഉൽപ്പാദിപ്പിക്കുന്ന കൊയറിയാണ് എപെക്സ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര വാല്യൂ ഓഫ് കൊയർ യാണാണോ കൊടുത്തത് അതിന്റെ 80% അഡ്വാൻസ് ആയിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കും. ദെൻ ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് പ്രൈമറി കൊയർ വ്യവസായ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ളത്. ബേസ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രൈമറി കൊയർ കോഓപ്പറേറ്റീവ്സിന്റെ ഇടയിൽ. ഇനി നമുക്ക് അതിന്റെ എപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിലാവാം. താങ്ക് യു.